സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് മാത്ത എന്ന് പറയുന്ന ഡയലോഗ് ഇസ് കൈൻഡ് ഓഫ് ഒരു കണക്കിനൊരു വിപ്ലവം സൃഷ്ടിച്ചു. എനിക്കൊന്ന് ആ സമയത്ത് കുറേയും ആ ഒരു കഥാപാത്രത്തിലേക്ക് ആ ചോദ്യം പോയിരുന്നു. കുറേ ഇടത്ത് ഞാൻ വായിച്ചു, അത് അവക്കത് പറഞ്ഞിട്ട് പോവാം, കാരണം അവളൊരിക്കലും മാത്രമേ മനസ്സിലാക്കുന്നില്ല, ആ ഒരു സൈഡിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. നേരെ മറിച്ച് പിന്നീട് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അതൊരു ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുള്ള ഒരു കോമൺ ടോക്കായി ഒരു ഡയലോഗായി മാറിയിരുന്നു ഈ പറയുന്ന ഡയലോഗുകൾ. അതൊക്കെ ശരിക്കും എഴുതുന്നതിൻ്റെ പിന്നിലുള്ളൊരു സംഭവം എന്താണ്? അത് ശരിക്കും അപർണയിൽ തന്നെ ആയിരുന്നോ? അത് അപർണ എന്ന കഥാപാത്രത്തിന് തന്നെ ഉള്ളൊരു, കാരണം അപർണ ഇസ് കൈൻഡ് ഓഫ് ഒരു വേറെ തന്നെ ഒരു കഥാപാത്രമാണ്, വളരെ കുറച്ച് ഡിഫറെൻ്റ് ആണ് ആ കഥാപാത്രം. അല്ല, നമുക്കിപ്പോൾ ഇതിനകത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ സാധാരണ സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടം വരെയും ഒരു മെൻ സൈഡിൽ നിന്നാണ് പറഞ്ഞത്, ആൽഫ മെയിലിൻ്റെ സൈഡ് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്തു, അതൊരു പെണ്ണ് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും എന്നുള്ളതേ ഉള്ളൂ. കാരണം അത് ശരിക്കും ഒന്ന് നമ്മൾ മാത്തനിൽ പ്ലേസ് ചെയ്ത് നോക്കുമ്പോഴും മാത്തൻ പറയുമ്പോൾ നമുക്കത് ഓക്കെ, മാത്തന് പറഞ്ഞിട്ട് പോവാം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അതേസമയത്ത് അപർണ പറഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരുടെ ഉള്ളിൽ കൊണ്ടുവന്നൊരു ഇമ്പാക്റ്റ് ഭയങ്കരമായിരുന്നു. അതിപ്പോഴും നമുക്കിങ്ങനെ കേൾക്കാം, അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് ഇപ്പോഴും പോകുന്നൊരു ഇത് തന്നെയായിരുന്നു. ശരിക്കും അതിൻ്റെ ഉദ്ദേശവും ഈ പറയുന്ന അതിൽ പൊളിറ്റിക്കലി ബാലൻസ് ചെയ്യാൻ ചെയ്തതൊന്നുമല്ല, അല്ല അത് അറിയാതെ അങ്ങ് പൊളിറ്റിക്കലി ബാലൻസ്ഡ് ആയി പോയതാണ്. പക്ഷെ നമ്മളുടെ ധാർമ്മികമായ ഒരു കാര്യമാണല്ലോ അതിനകത്തൂടെ, നമ്മളുടെ എല്ലാവരുടെയും ഉദ്ദേശമുണ്ട് അത് ശരിക്കും അങ്ങനെ ബാലൻസ്ഡ് ആവേണ്ടതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. കാരണം അതായത് ഒരിക്കലും അതൊരു സ്ത്രീപക്ഷത്തിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം പ്രൊപ്പഗാൻഡ ചെയ്തു, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അത് പൊളിറ്റിക്കലി കറക്റ്റായി പോയി ഒരു രീതിയിൽ.